സമയത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആർട്ടിക്കിളും പല കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവരായിരിക്കാം നമ്മൾ. പക്ഷേ സമയവും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് സമയത്തെ മാനേജ് ചെയ്യാനും പറ്റുന്നത്. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയത്തെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഹെയ്സൻഹവർ മെട്രിക്സ് ആണ്. അത് ഈ വീഡിയോയുടെ അവസാനം ഒന്ന് സൈഡിൽ കാണിച്ചുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സമയത്തെ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. ഓരോ മണിക്കൂറും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നന്നായിട്ട് നോട്ട് ചെയ്ത് പോവുക. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഓദർ പറയുന്നത് ഇത് സ്റ്റുഡൻസിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ്. ലൈക്ക് നമ്മൾ സൈക്കിൾ നമ്മൾ ഓടിക്കാൻ പഠിക്കുന്നു, ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നു, കാർ ഓടിക്കാൻ പഠിക്കുന്നു. ഇങ്ങനെ ഓടിച്ചതൊന്ന് ലെവലാകുന്നത് വരെ നമ്മൾ അതിൽ വളരെ കോൺഷ്യസ് ആയിരിക്കും. നമ്മുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളിൽ നമ്മൾ എങ്ങനെയാണ്, ഏത് ഗിയറിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നോക്കിയിട്ടായിരിക്കും ഓടിക്കുന്നത്. പിന്നീട് നമ്മൾ പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ചൊന്നും നമ്മൾ കെയർ ചെയ്യുകയില്ല. നമ്മൾ ജസ്റ്റ് അത് ഡ്രൈവ് ചെയ്ത് പോവാണ് ചെയ്യുക. ഇതുപോലെയാണ് സമയത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. സമയം നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മൾ ഓരോ ദിവസവും ട്രാക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ബോധേഡാവേണ്ട കാര്യമില്ല. ലൈഫ് ലോങ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അടുത്തായിട്ട് ഇതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹെയ്സൻഹവർ മെട്രിക്സ് ആണ്. ഹെയ്സൻഹവർ മെട്രിക്സിൽ 4 കാറ്റഗറീസ് ഉണ്ട്. അതിൽ 2 കാറ്റഗറീസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാറ്റഗറീസ്. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഫോർ സ്റ്റുഡൻസ് അവരുടെ കമ്മിങ് എക്സാമുകളൊക്കെ. നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് ഇപ്പോൾ നിലവിൽ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിനി ഫ്യൂച്ചറിൽ ഒരു എൻട്രൻസ് എക്സാമോ അങ്ങനെയൊക്കെ എഴുതാൻ അവർ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മുടെ നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് കാറ്റഗറിയോട് കൂടെ തന്നെ നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവിടെയാണ് നമുക്ക് ലൈഫിൽ ടൈമിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴും നമ്മളുടെ ചിന്തകൾ കൂടെ അതിനകത്ത് വളരെ പ്രധാനമാണ്. കാരണം ചിന്തകളാണ് നമ്മളുടെ മൂഡ് എന്താണെന്നുള്ളത് നമ്മുടെ നിർണ്ണയിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സമയത്തെയും നമ്മളുടെ കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ചിന്തകൾ ഉണ്ടാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ചിന്തകളെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളുടെ ഇമോഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മൾ സാഡ് ആണോ, നമ്മൾ ആരോടെങ്കിലും ദേഷ്യത്തിലാണോ, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള വേണ്ടാത്ത രീതിയിലുള്ള ഇമോഷൻസ് ആണ് നമുക്ക് വരുന്നത് എങ്കിൽ നമ്മളുടെ ചിന്തകൾ നല്ല രീതിയിലല്ല, നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണെന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് നമ്മൾ നല്ല സന്തോഷത്തോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, സന്തോഷത്തോടെ നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുവെങ്കിൽ നമ്മളുടെ ചിന്തകൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ചിന്തകളും കൂടെ ട്രാക്ക് ചെയ്തുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.